ഗ്രാമീണ കുടിവെള്ള പദ്ധതികളെ പ്രോത്സാഹിപ്പിക്കുക എന്നത് നാടിനെ സ്നേഹിക്കുന്ന എല്ലാവരുടെയും ചുമതലയാണെന്ന് എൻ.കെ. അക്ബർ എം.എൽ.എ. പുന്നയൂർ ഗ്രാമപഞ്ചായത്ത് 9ാം വാർഡ് കുടിവെള്ള പദ്ധതി നാടിന് സമർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു എം.എൽ.എ. 5 വർഷങ്ങൾക്ക് മുമ്പ് സ്വാതന്ത്ര്യം നേടിയ ഒരു പഞ്ചായത്തല്ല പുന്നയൂർ പഞ്ചായത്ത്. നിരവധി യുഗപ്രഭാവന്മാരായ ആളുകളുണ്ടായിട്ടും ഈ പഞ്ചായത്തിൽ സ്വന്തമായി സ്ഥലമില്ലാതിരുന്ന സർക്കാർ വിദ്യാലയങ്ങൾക്ക് സ്ഥലമുണ്ടായിട്ടും കെട്ടിടമില്ലാത്ത സ്കൂളുകൾക്ക് കെട്ടിടവും അനുവദിക്കുന്ന ഒരു ഗ്രാമപഞ്ചായത്ത് സംവിധാനം 5 വർഷങ്ങൾക്ക് മുമ്പ് പുന്നയൂരിൽ ചിന്തിക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്നും എം.എൽ.എ. കൂട്ടിച്ചേർത്തു. വടക്കേ പുന്നയൂർ GMLP സ്കൂളിന് കെട്ടിടം നിർമ്മിക്കാൻ 99,50,000 രൂപ എം.എൽ.എ. ഫണ്ട് അനുവദിച്ചതായും ചടങ്ങിൽ എം.എൽ.എ. പ്രഖ്യാപിച്ചു. ഈ പഞ്ചായത്തിൽ സ്വന്തമായി സ്ഥലമില്ലാതിരുന്ന സർക്കാർ വിദ്യാലയങ്ങൾക്ക് സ്ഥലമുണ്ടായിട്ടും കെട്ടിടമില്ലാത്ത സ്കൂളുകൾക്ക് കെട്ടിടവും അനുവദിക്കുന്ന ഒരു ഗ്രാമപഞ്ചായത്ത് സംവിധാനം പ്രിയപ്പെട്ടവരെ പുന്നയൂരിന് നേരത്തെ ചിന്തിക്കാൻ കഴിയുമോ? പുന്നയൂര് 5 വർഷങ്ങൾക്ക് മുമ്പ് സ്വാതന്ത്ര്യം നേടിയ ഒരു പ്രദേശമല്ലല്ലോ. ഇങ്ങനെ സന്നദ്ധമായി സ്ഥലം സൗജന്യമായി വിട്ടു നൽകുന്ന ഒരു ജനത ഈ പഞ്ചായത്തിനെ പോലെ വേറെവിടെ ഞങ്ങൾ ആ വിശാലതയോടായിരിക്കണം നാം ആദരവ് കാണിക്കേണ്ടത്, അല്ലാതെ ഇലയിൽ ചവിട്ടി വഴക്കുണ്ടാക്കലല്ല എന്ന കാര്യം കൂടി ഓർമ്മപ്പെടുത്തി. 9ാം വാർഡിലെ കുടിവെള്ള പ്രശ്നം പരിഹാരം കാണുന്നതിന് നഗരസഞ്ചയ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 45 ലക്ഷം രൂപയും പ്ലാൻ ഫണ്ട് 5 ലക്ഷം രൂപയും ചേർത്ത് 50 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പദ്ധതി പ്രാവർത്തികമാക്കിയിട്ടുള്ളത്. ഗ്രാമപഞ്ചായത്ത് മെമ്പർ M.V. ഹൈദരാലിയുടെ നേതൃത്വത്തിലുള്ള കുടിവെള്ള വിതരണ കമ്മിറ്റി പഞ്ചായത്തിന് കൈമാറിയ 2 സെന്റ് ഭൂമിയിലാണ് പദ്ധതി നടപ്പാക്കിയിട്ടുള്ളത്. ഹമീദ് താനപ്പറമ്പിലിന്റെ ഭൂമിയിൽ സ്ഥാപിച്ച കുഴൽക്കിണറിൽ നിന്നാണ് ആവശ്യമായ വെള്ളം സൗജന്യമായി ശേഖരിക്കുന്നത്. തെക്കേ മദ്രസ സെന്റർ താനപ്പറമ്പിൽ ഹമീദിന്റെ വസതിക്ക് സമീപം നടത്തിയ സമർപ്പണ ചടങ്ങ് N.K. അക്ബർ M.L.A. ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് T.V. സുരേന്ദ്രന്റെ അധ്യക്ഷതയിൽ പുന്നയൂർ പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ C. രഞ്ജി സേവ്യർ റിപ്പോർട്ട് അവതരണം നടത്തി. വൈസ് പ്രസിഡന്റ് സുഹറ ബക്കർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ A.K. വിശ്വനാഥൻ മാസ്റ്റർ, ഷമീം അഷ്റഫ്, A.K. വിജയൻ, ചാവക്കാട് ബ്ലോക്ക് മെമ്പർ ജിസ്ന ലത്തീഫ്, പഞ്ചായത്ത് മെമ്പർ M.K. അറഫത്ത് തുടങ്ങി ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും പങ്കെടുത്തു. അതേസമയം വാർഡ് മെമ്പർ അടക്കമുള്ള UDF മെമ്പർമാർ ചടങ്ങിൽ നിന്നും വിട്ടുനിന്നു.